അപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിക്ക് നമ്മൾ നേരത്തെ പോകാമെന്ന് പറഞ്ഞായിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കോടതി വളപ്പിലെ റീൽസ് ചിത്രീകരണത്തിൽ കേസെടുത്ത് പോലീസ് എന്നാണ് വാർത്ത. കൊലക്കേസ് പ്രതി അലുവ അതുലും ക്രിമിനൽ കേസ് പ്രതികളും കോടതി വളപ്പിൽ നടത്തിയ റീൽസ് ചിത്രീകരണത്തിലാണ് കേസെടുത്തത്. ജഡ്ജിയുടെ പരാതിയിലാണ് നടപടി. ഫസ്റ്റ് ഓൺ 24. ആരുണ്ടായിരുന്നു അരുണ ആ കേസിന്റെ വിശദാംശങ്ങൾ പറയും. അതോടൊപ്പം ഈ അലുവ രാജേഷ്, തീക്കാറ്റ് സാജൻ, കിറുങ്ങണത്തി സുബൈർ എന്നൊക്കെ ഗുണ്ടകൾക്ക് പേരിടുന്നത് ആരാ? അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. എന്നാലും ഈ സംഭവത്തിൽ 24 ആണ് ഈ കോടതി വളപ്പിലെ റീൽസ് ചിത്രീകരണം, അത് ക്രിമിനൽ കേസ് പ്രതികളുടെയും ഈ കൊലപാതക കേസ് പ്രതിയും റീൽസ് ചിത്രീകരിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളി ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട പരാതി കരുനാഗപ്പള്ളി പോലീസിന് കൈമാറിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 8 പേർക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. നിലവിൽ 8 പേർക്കെതിരെയാണ് കേസെടുത്ത അന്വേഷണവുമായി കരുനാഗപ്പള്ളി പോലീസ് മുന്നോട്ട് പോകുന്നത്. കോടതി വളപ്പിലെ റീൽസ് ചിത്രീകരണത്തിൽ ഗുരുതരമായ വീഴ്ച പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഉണ്ടായി എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ കോടതിക്കും അതുപോലെ തന്നെ സംസ്ഥാന രഹസ്യ വിഭാഗത്തിനും ഇക്കാര്യത്തിൽ നടപടികളടക്കം തുടർന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ റീൽസ് ചിത്രീകരണത്തിൽ കൊലക്കേസ് പ്രതിയെ കൂടാതെ കാപ്പ കേസ് പ്രതികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അന്വേഷണം ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അലുവ അതുൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ്. കാരണം ജിം സന്തോഷ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കരുനാഗപ്പള്ളി പോലീസ് പിടിച്ച് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജയിലിൽ കഴിയുന്നതിനിടയിലാണ് മറ്റൊരു കേസിന്റെ വിചാരണയ്ക്കായി കരുനാഗപ്പള്ളി കോടതിയിൽ എത്തുന്നത്. ഇതിനിടയിലാണ് റീൽസ് ചിത്രീകരണം അടക്കം നടത്തിയത്. ഹാഷ്മി ചോദിച്ചൊരു ചോദ്യം എനിക്കും ഏറെ സംശയമുള്ളതാണ്. ഈ പ്രതികൾക്ക്, ഇത്തരം ഗുണ്ടാ സംഘങ്ങൾക്ക് ഈ പേരുകൾ നൽകുന്നത് ആരാണ് എന്നുള്ളതാണ്. ഈ കേസിലും അത്തരം ചില സംഭവങ്ങളുണ്ട്. ഈ 8 പേർ, അതിൽ ഒരു നിക്കിയുണ്ട്, അതുപോലെ തന്നെ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് പിങ്കി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ, ഇവരുടെയൊന്നും പേരുകൾ യഥാർത്ഥത്തിൽ ഇതല്ല, ഈ മറ്റു പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവരുടെ വിളിപ്പേരുകൾ മാത്രമാണ്. കൊച്ചൻ എന്ന് വിളിക്കുന്നവരുണ്ട്, കുഞ്ഞൻ എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാക്കളാണ് ഈ റീൽസ് ചിത്രീകരണത്തിലടക്കം പങ്കെടുത്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗുണ്ടയ്ക്ക് പിങ്കി എന്നൊക്കെ പേരിടൂ. ഇത്രയും ഭാവനാശാലികളുള്ളപ്പോ അവരെയൊക്കെ ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് തമാശ കോടതി വളപ്പിൽ റീൽസ് ചിത്രീകരണം ആരെയും ഭയമില്ലാതെ ചെയ്തതാണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് അതിന് ഒത്താശ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരട്ടെ. എന്തായാലും നടപടി ഉണ്ടാകുന്നുണ്ട്. അരുൺരാജിന്റെ വാർത്തയായിരുന്നു ആ വാർത്ത.